ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റുകളാണ്. പ്രത്യേകിച്ച് ഇസ്രായേലും അമേരിക്കയും തമ്മിൽ നെതന്യാഹുവും ട്രംപും ഇത് അടിച്ച് പിരിഞ്ഞെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഫേക്ക് നെറേറ്റീവ് വാർത്തകളൊക്കെ ഒരുപാട് വായിക്കാനിടയായി. അതുപോലെ സോഷ്യൽ മീഡിയയിലും പല വാർത്താ അവതാരകരും ഇതേ മാതൃകയിൽ തന്നെയാണ്. നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയകൾ വരെ ഇത്തരത്തിലാണ് വാർത്തകൾ കൊടുക്കുന്നത്. ഇതിന് കാരണമായി തീർന്നത് ആക്സിയോസ് എന്ന് പറഞ്ഞൊരു പത്രം മീൻസ് ഓൺലൈൻ മാധ്യമം, പ്രിന്റ് മീഡിയ, അവരാണ് ഈ വാർത്ത അടിച്ചിറക്കിയത്. അപ്പോൾ അത് ഫേക്ക് ന്യൂസ് ആണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് ട്രംപിൻ്റെ സൈഡിൽ നിന്ന് തന്നെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഇതിൽ ആദ്യമേ പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, ട്രംപ് പറഞ്ഞത് നെതന്യാഹുവിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്, അതേപോലെ ലെബനൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്, ഹെസ്ബുള്ളകളുടെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടില്ല, ഞാൻ എന്തിനാണ് തീവ്രവാദികളുടെ അടുത്ത് പോയി ചർച്ച നടത്തുന്നത്, ഇങ്ങനത്തെ ഫേക്ക് ന്യൂസുകളൊക്കെ പടച്ചുവിടുന്ന മാധ്യമങ്ങൾ കുറേ ഉണ്ട് എന്നുള്ള തരത്തിൽ ട്രംപ് തന്നെ പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ട്രംപിൻ്റെ ട്വീറ്റ് അഥവാ ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഞാനിവിടെ വെക്കാം. ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് സ്പെസിഫിക് ആയിട്ട് വേർഡിങ്ങിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ബെയ്റൂത്ത് എന്ന് പറഞ്ഞ ആ നഗരത്തിൻ്റെ മേളിൽ ഇസ്രായേൽ നടത്താനിരുന്ന ആക്രമണത്തിനെ ട്രംപ് തടഞ്ഞിട്ടുണ്ട്. അതാണ് ട്രംപ് ചെയ്ത പ്രവൃത്തി. അല്ലാതെ ഒരിക്കലും ഇസ്രായേലിനെതിരെ നോർത്തേൺ ഇസ്രായേൽ സെറ്റിൽമെൻറ്റുകൾക്ക് നേരെ ഹെസ്ബുള്ളകൾ നടത്തുന്ന ആക്രമണത്തിനെ സഹിക്കണമെന്ന് ഇസ്രായേലിനോട് ട്രംപ് പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ വാർത്തകളൊക്കെ വളച്ചൊടിക്കപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ട്രംപ് പറഞ്ഞത് ബെയ്റൂത്തിൽ ആക്രമണം നടത്തണ്ട എന്നാണ് പറഞ്ഞത്. ബെയ്റൂത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടില്ല. ഇൻഫാക്റ്റ് ബെയ്റൂത്തിൽ ആക്രമണം നടത്താത്തതിന് ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഫാർ റൈറ്റ് പാർട്ടിയിൽ ബന്ധപ്പെട്ട ആൾക്കാർ, ഇത്താമിർ ബെൻ ഗിവിർ, ബെസായൽ സ്മൂട്രിച്ച്, ഇവർക്കൊക്കെ വിയോജിപ്പുണ്ട്. അവർ കൃത്യമായിട്ട് പറയുന്നത് അമേരിക്ക നമ്മളുടെ സുഹൃത്ത് തന്നെയാണ്, അവർ ഒരുപാട് ആയുധങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട്, നമ്മുടെ നിലനിൽപ്പിന് പ്രധാനപ്പെട്ട കാരണം അമേരിക്കയാണ്. എന്നിരുന്നാലും നമ്മൾ ചില സ്ഥലങ്ങളിൽ നോ പറയാൻ പഠിക്കണം എന്നുള്ള രീതിയിൽ നെതന്യാഹുവിനെ ഉപദേശിച്ചിട്ടുണ്ട്. ഇനി ഡേവിഡ് ബാർണിയ എന്ന് പറഞ്ഞ മൊസാദിൻ്റെ ചീഫ് കഴിഞ്ഞ മാസത്തോടു കൂടി പുള്ളിയുടെ കാലാവധി പൂർത്തിയായി. പുതിയ മൊസാദിൻ്റെ ചീഫായിട്ട് ഗോഫ്മാൻ ചുമതലയേറ്റിട്ടുണ്ട്. ഗോഫ്മാൻ്റെ അടുത്ത് പ്രൈം മിനിസ്റ്റർ നെതന്യാഹു ആവശ്യപ്പെട്ടത് ഇറാൻ്റെ പ്രോജക്റ്റ് ഇപ്പോഴും ഹാഫ് വേയിലാണ്, അത് പെൻഡിങ്ങിലിരിക്കുകയാണ്. ആ വിഷയത്തിൽ മൊസാദിൻ്റെ പുതിയ ചീഫ് കൃത്യമായിട്ടുള്ള നേതൃത്വം വഹിച്ച് ആ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇസ്രായേലിൻ്റെ ഇറാന് മേലുള്ള പെൻഡിങ് ഓപ്പറേഷൻ കൃത്യമായിട്ട് നടപ്പിലാക്കി തീർക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നുള്ള രീതിയിലുള്ള കോൺഫിഡൻസ് ഒക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട് ബെഞ്ചമിൻ നെതന്യാഹു. ഇനിയാണ് US കോൺഗ്രസിൻ്റെ ഉള്ളിൽ ഇന്ത്യക്കിട്ട് ചെറിയൊരു പണി US കോൺഗ്രസിൽ ഇന്ന് ചർച്ചയായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളും വലിയ പണി ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾ ഇറാൻ്റെ കാല് പിടിക്കുകയാണോ എന്നുള്ള ചോദ്യം US കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. US പൊസിഷനിൽ US കോൺഗ്രസിന് ആശങ്കയുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മാർക്കോ റൂബിയോ അടുത്താണ് കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചത്. മാർക്കോ റൂബിയോയെ കൃത്യമായിട്ട് പൊരിച്ചെടുക്കുന്ന രീതിയിലാണ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. എല്ലാം ഷാർപ്പായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. ഇറാൻ പലതവണ നെഗോസിയേഷനിൽ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടും അമേരിക്ക അങ്ങോട്ട് കാല് പിടിച്ച് നെഗോസിയേഷൻ നടത്താൻ പോകുന്ന തരത്തിലാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ പെരുമാറ്റം. പലതവണ അമേരിക്കയ്ക്കെതിരെ അമേരിക്കയെ അബ്യൂസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പുറപ്പെടുവിക്കുന്ന IRGC ഭരണകൂടത്തിൻ്റെ കാല് പിടിക്കുകയാണോ ആക്ച്വലി ട്രംപ് ഭരണകൂടം ചെയ്യുന്നത് എന്നുള്ള തരത്തിലാണ് ചോദ്യം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. We are the strongest nation on the planet Earth, and we're in a stalemate with Iran. And now we're begging to get back into a deal that you all trashed in the first place. There's no one begging. Clearly, this is a Senator Booker, your time's up. But Senator Rubio, since he's I do want to address some of these respond. points because they go to the heart of the matter. No one's begging for anything here. The Iranians might be begging because their economy's losing hundreds of millions of dollars a day. That they are losing. Understand, Iran had street protests going on before all of this started. All of those factors, economic factors in Iran, are far worse today than they were 6 months ago when those protests were happening. They have hyperinflation. Their currency is completely devalued. They're struggling to make payroll for their government workers. Iran is in a very serious situation. And if it was up to the political class there, and I understand everybody there is sort of radical in some way, but if it was up to the people that actually like go to elections and wear the suits and you see on TV, they'd probably make a deal tomorrow. It's the issue they're facing is that the supreme leader and the IRGC core are a little bit more immune from those pressures until they can be convinced otherwise. And I think that's the direction that they're moving in, because the reality I don't know where you're getting this perception that Iran is stronger. Iran has no navy left. They've lost a substantial percentage of their defense industrial base. That Iran has lost a substantial percentage of their missile launchers, and their economy is far worse today, and I mean far worse today than it was 6 to 9 months ago. And they are looking at hundreds of billions of dollars of reconstruction costs just to get to where they were 6. അപ്പോൾ അതിന് മാർക്കോ റൂബിയോ മറുപടി കൊടുക്കുകയുണ്ടായി. അതായത് നമ്മളല്ല അവരുടെ കാല് പിടിക്കുന്നത്, അവരാണ് നമ്മളുടെ കാല് പിടിക്കുന്നത്. അവർ പലപ്പോഴും
ഡബിൾ സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റും പുറം ലോകത്തേക്ക് മറ്റൊരു സ്റ്റേറ്റ്മെന്റും. അത്തരത്തിലാണ് അവരുടെ ഇരട്ടത്താപ്പ്. നമ്മൾ ഒരിക്കലും അവരുടെ അടുത്ത് ഇരക്കുന്നില്ല, അവരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് മാർക്കോ റൂബിയോ പറയാൻ ശ്രമിച്ചത്. പക്ഷേ പല പോയിന്റുകളും കോൺഗ്രസ് അവിടെ എടുത്ത് ചോദിക്കുകയുണ്ടായി. ഇൻഫാക്ട് പാകിസ്ഥാനിലേക്ക് ധൃതിപ്പെട്ട് അമേരിക്കയുടെ ടീമിനെ മുൻകൂട്ടി അയച്ചു വെച്ചു. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ബന്ധപ്പെട്ട പാർട്ടി മീഡിയേഷൻ ചെയ്യാൻ എത്താത്ത സാഹചര്യത്തിൽ മുൻകൂട്ടിയെ അമേരിക്കൻ ടീമിനെ പാകിസ്ഥാനിലേക്ക് അയക്കേണ്ട കാര്യം എന്തായിരുന്നു? ഇതൊക്കെ വാലിഡ് ചോദ്യങ്ങളാണ്. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ അമേരിക്ക ഇറാന്റെ മുന്നിൽ മുട്ടുകുത്തുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് ഒന്നെങ്കിൽ ആക്രമണം, ഇല്ലാന്നുണ്ടെങ്കിൽ നെഗോസിയേഷൻ, എന്തായാലും വളരെ പെട്ടെന്ന് വേണം. പക്ഷേ അമേരിക്കയ്ക്ക് ആ പ്രൗഢിയോടുകൂടി തന്നെ നിലനിൽക്കാൻ കഴിയണം. അമേരിക്കയുടെ ആ ഒരു പ്രൗഡ് മൊമെന്റ് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു നെഗോസിയേഷനും ആവശ്യമില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട്. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് അതിന് അപ്രൂവൽ തന്നെ കൊടുക്കും. അതാണ് കോൺഗ്രസിന്റെ നിലപാട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ അമേരിക്കൻ കോൺഗ്രസിനും അമേരിക്കയുടെ കൃത്യമായിട്ടുള്ള CIA ഉൾപ്പെടെയുള്ള ഇന്റലിജൻസിനും ഇവർക്കൊക്കെ പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ എന്താണെന്ന് പറഞ്ഞാൽ റഷ്യ ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് എൻറ്റയർ ബിസിനസ് കൃത്യമായിട്ട് അമേരിക്കയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് അവരുടെ അജണ്ട. ആ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യക്കും വെനിസുലയുടെ ഓയിൽ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെനിസുലയുടെ ഓയിൽ വാങ്ങിക്കുന്നതിൽ ഇന്ത്യ രണ്ടാമത്തെ ഏറ്റവും വലിയ ബയറാണ്. നമ്മളതിൽ ഡോളറിലാണ് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇന്ത്യയുടെ കറൻസി ഏറ്റവും കൂടുതൽ എക്സ്ചേഞ്ച് ചെയ്ത് എണ്ണ വാങ്ങിക്കേണ്ട സാഹചര്യം രൂപപ്പെട്ടെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ പുറകിൽ പോയിട്ട് വെനിസുല ഓയിൽ വാങ്ങിച്ചത് കൊണ്ടാണ് നമ്മുടെ കറൻസി ഏറ്റവും കൂടുതൽ ഇപ്പം ചിലവായി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ കറൻസി മൂല്യ തകർച്ചയ്ക്ക് ഇതും ഒരു കാരണമാണ്. കേട്ടോ. ഇത് മാത്രമാണ് കാരണം എന്നല്ല, ഇതും ഒരു കാരണമാണ്. അത് ഒരു മെയിൻ കാരണമാണ്. അപ്പോൾ ഇപ്പോൾ വീണ്ടും US കോൺഗ്രസ് റഷ്യൻ എണ്ണ വാങ്ങിച്ചു കഴിഞ്ഞാൽ സാങ്ഷൻ വേവർ ഇല്ല എന്നുള്ളൊരു നിലപാടിലേക്ക് വരികയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ പേര് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ വീണ്ടും റഷ്യയുടെ കയ്യിൽ നിന്നും എണ്ണ വാങ്ങിക്കുന്നു എങ്കിൽ എന്തുകൊണ്ട് സാങ്ഷൻ വേവർ കൊടുക്കുന്നു എന്നുള്ള ചോദ്യമാണ് അമേരിക്കൻ കോൺഗ്രസ് ഉയർത്തിയിരിക്കുന്നത്. മാർക്കോ റൂബിയോയുടെ ഇന്ത്യ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട അവിടെ 2-3 പോയിന്റുകളൊക്കെ അവിടെ ചർച്ചയായി. അതെല്ലാം തന്നെ പോസിറ്റീവ് ചർച്ചയാണ്. പ്രത്യേകിച്ച് ഡിഫൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഡീൽ, റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഡീലുകൾ, അപ്പോൾ ഇങ്ങനെയുള്ള പോസിറ്റീവ് കാര്യങ്ങളൊക്കെ അവിടെ ചർച്ചയായിട്ട്. ഓൺലി ബെയ്റൂത്ത് മാത്രം മാറ്റി നിർത്തിയിട്ടുണ്ട്. കാരണം ബെയ്റൂത്ത് ട്രംപ് ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ എഴുതി കുറിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ബെയ്റൂത്തിനെ മാത്രം മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള മേഖലകൾ മൊത്തം തൂത്തുപറക്കി അടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ. يا الغارة السبعة يا أخوان، يا الغارة السبعة على البلد وهي أول البلد يعني. അതിനെ മാധ്യമങ്ങളൊക്കെ ഇപ്പം വിശദീകരിക്കുന്നത് ട്രംപിനെ ധിക്കരിച്ചുകൊണ്ട് ഇസ്രായേൽ അറ്റാക്ക് നടത്തിയതായിട്ടാണ് ഇപ്പം ചിത്രീകരിക്കുന്നത്. പക്ഷേ യഥാർത്ഥ പിക്ചർ അങ്ങനെയല്ല. യഥാർത്ഥ പിക്ചർ ട്രംപ് മെൻഷൻ ചെയ്തിരുന്നത് ബെയ്റൂത്താണ്. ബെയ്റൂത്തിൽ അറ്റാക്ക് നടത്തിയിട്ടില്ല ഇസ്രായേൽ. അതുകൊണ്ട് മാധ്യമങ്ങൾ പറയുന്നത് പോലെയുള്ള പ്രശ്നം ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ തന്നെയും ഇസ്രായേലിനെതിരെ നിലപാടെടുത്തുകൊണ്ട് ട്രംപിന് അവിടെ നിലനിൽപ്പില്ല. ഇസ്രായേലിന്റെ ലോബി എത്രമാത്രം ശക്തമാണ് അമേരിക്കയുടെ ഉള്ളിൽ എന്നുള്ളത് ഇസ്രായേലിന്റെ ഓരോ ബില്ലുകളും കോൺഗ്രസിന്റെ ഉള്ളിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, അത് മനസ്സിലായിക്കോളും. ഡെമോക്രറ്റുകളും റിപ്പബ്ലിക്കൻസും ഒരേപോലെ പാസ്സാക്കുന്ന ബില്ലാണ് ഇസ്രായേലിന്റെ ബില്ല്. അങ്ങനെ ഒരു ബില്ലും അമേരിക്കയിൽ പാസ്സാവില്ല. ഇസ്രായേലിനെതിരെ ഏതെങ്കിലും തരത്തിൽ നിലപാടെടുക്കാനാണ് ട്രംപിന്റെ ഉദ്ദേശമെങ്കിൽ ട്രംപ് വീട്ടിൽ പോയി ഇരിക്കേണ്ടി വരും, അത് ഉറപ്പാണ്. ഞാൻ ഈ മാപ്പിൽ കാണിക്കുന്ന ആ ലൊക്കേഷൻ എന്ന് വെച്ചാൽ ലിറ്റാനി റിവർ കഴിഞ്ഞ് ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടരെ അറ്റാക്ക് നടക്കുന്നുണ്ട്. ലിറ്റാനി റിവർ ക്രോസ് ചെയ്ത് ചെറിയ പോർഷൻ മറികടന്ന് IDF ലെബനാന്റെ ഉള്ളിലേക്ക് എൻ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ നിർണായകമായിട്ടൊരു വിഷയം എന്ന് പറഞ്ഞാൽ ട്രംപിന് തോന്നുന്നത് പോലെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റില്ല. ട്രംപ് പൊസിഷനിൽ വരുന്നതിന് മുമ്പേ യുദ്ധം നടക്കുകയാണ്. അപ്പം അതുകൊണ്ട് ട്രംപ് വന്നതുകൊണ്ട് ഈ യുദ്ധം എല്ലാം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. കാരണം ഇവിടെ വളരെ നിർണായകമായിട്ടുള്ള ചില ഡെവലപ്മെന്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ റഷ്യ ഉക്രൈൻ യുദ്ധം. ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈൻ ആയാലും ശരി തന്നെ, റഷ്യ ആയാലും ശരി തന്നെ, ഇവരെല്ലാം തന്നെ ഡ്രോൺ ടെക്നോളജി, ആന്റി ഡ്രോൺ ടെക്നോളജി, FPV ഡ്രോൺ, ഈ വിഷയങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഈ ഡെവലപ്മെന്റുകൾ തീവ്രവാദികൾ കോപ്പി അടിച്ചിട്ടുണ്ട്. അവർ FPV ഡ്രോണുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം പൊതുജനങ്ങൾ താമസിക്കുന്ന സിവിലിയൻ ഏരിയയെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്കുകൾ നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ അവസരത്തിൽ ലെബനനിൽ നിന്നും ഇസ്രായേലിന് ഒരു മടങ്ങിപ്പോക്ക് ഇല്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഹിസ്ബുള്ളകൾ അവിടെ ഇല്ല. നോർത്തേൺ ഇസ്രായേലിന്റെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഇസ്രായേലിന് ലെബനാൻ ഒരു ഭീഷണിയല്ല എന്ന് മാറി തീരുന്നത് വരെ ഇസ്രായേലിന് അവിടെ നിന്ന് ഒരു പിന്നോട്ട് പോക്കില്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം
ഇപ്പം ഇസ്രായേൽ എല്ലാം വിഡ്രോ ചെയ്ത് പുറകോട്ട് വന്നു കഴിഞ്ഞാൽ ലെബനന്റെ ഉള്ളിൽ ഹിസ്ബുള്ളകൾ ഒരു ആഘോഷം നടത്തും. ഞങ്ങൾ വിജയിച്ചെന്ന് പറഞ്ഞിട്ട് അവരുടെ സ്വാഭാവികമായിട്ട് ഒരു ആഘോഷ പ്രകടനമുണ്ടല്ലോ, തോക്കെടുത്ത് തുരിതരാവടി വെച്ചുകൊണ്ടുള്ള ഒരു ആഘോഷം. അങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ നടത്തും. എന്നിട്ട് ഞങ്ങൾ വിജയിച്ചെന്ന് പറഞ്ഞിട്ട് വിളിച്ചു പോകും. എന്നിട്ട് ഇവർ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ കളിപ്പാട്ട ഡ്രോണുകളില്ലേ, ഞാൻ പറഞ്ഞ ഈ ഒരു FPV ഡ്രോണുകൾ, ഇത് വെച്ച് നിരന്തരം ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് അറ്റാക്ക് നടത്തിക്കൊണ്ടേയിരിക്കും. അവരുടെ ജിഹാദ് അവർ മുന്നോട്ട് കൊണ്ടുപോകും. ഇത് നിരന്തരം ഇസ്രായേലിന് ഒരു തൊല്ലയായിട്ട് മാറും എന്നുള്ള തിരിച്ചറിവാണ് ഇസ്രായേലിനെ ലെബനന്റെ ഉള്ളിൽ തന്നെ നിലനിർത്തുന്നത്. മറ്റുള്ളവർ വിചാരിക്കുന്നത് പോലെ ഈസി ആയിട്ട് വിഡ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ എളുപ്പ പരിപാടിയാണ്. വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ സിറ്റുവേഷൻ ഇതിനേക്കാളും മോശമാവും, ഇരട്ടി മോശമാവും ഇസ്രായേലിന്റെ ഉള്ളിൽ. അത് ഇസ്രായേലിന് അമേരിക്കയെക്കാളും നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇസ്രായേൽ ശക്തമായ രീതിയിൽ ലെബനന്റെ ഉള്ളിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു മാപ്പ് നിങ്ങൾ നോക്കിക്കോളൂ. മെഡിറ്ററേനിയനിൽ നിന്നും അമേരിക്ക പുറകോട്ട് പോയെന്ന് ചോദിച്ചാൽ പുറകോട്ട് പോയിട്ടില്ല. മെഡിറ്ററേനിയൻ മാത്രമല്ല, ശരിക്കും ഇറാനെ ചുറ്റിപ്പറ്റിയുള്ള അമേരിക്കയുടെ കപ്പലുകൾ ഏതാണ്ട് 27 എണ്ണമുണ്ട്, ഇൻക്ലൂഡിംഗ് ഡെസ്ട്രോയേഴ്സ്, എയർക്രാഫ്റ്റ് കരിയർ പ്ലസ് ഡെസ്ട്രോയേഴ്സ്. ഇസ്രായേലിന്റെ കപ്പലുകൾ ഒരു 4 എണ്ണമുണ്ട്. ഫ്രാൻസ് ഒരു 4 കപ്പലുകൾ അയച്ചു വെച്ചിട്ടുണ്ട്, ഒരു എയർക്രാഫ്റ്റ് കരിയറും 3 ഡെസ്ട്രോയേഴ്സും. മൊത്തത്തിൽ ആ മേഖലയിൽ ഏതാണ്ട് 35 കപ്പലുകളുണ്ട്, യുദ്ധക്കപ്പലുകൾ ഇറാനെ ചുറ്റിപ്പറ്റി. ഇതെല്ലാം തന്നെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനെ ഫോക്കസ് ചെയ്താണ് നിർത്തിയിരിക്കുന്നത്. ഇറാൻ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന അവസരം എന്ന് പറഞ്ഞാൽ ഇറാന് മനസ്സിലാവാത്തത് കൊണ്ടാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഈ ചർച്ചയൊക്കെ നിർത്തിവെച്ചിട്ട് വീണ്ടും ഒരു യുദ്ധം റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറാന് കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ US കോൺഗ്രസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഒന്നെങ്കിൽ നിങ്ങൾ യുദ്ധം ചെയ്ത് അവസാനിപ്പിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡീൽ ഒപ്പിടുക. ഇങ്ങനെ വലിച്ചഴച്ചുകൊണ്ട് പോയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗും സ്റ്റേറ്റ്മെന്റുകളും, എന്നാൽ ഒരു പുരോഗതിയും സംഭവിക്കുന്നില്ല. ഇറാൻ ആണെന്നുണ്ടെങ്കിൽ ചർച്ചയ്ക്ക് വരുന്നുമില്ല, അമേരിക്കയെ നിരന്തരം അപമാനിക്കുന്നുമുണ്ട്. ഇത് ഒരിക്കലും വെച്ച് പൊറുപ്പിക്കാൻ കഴിയുന്ന സംഗതിയല്ല. ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ ശക്തമായ തീരുമാനമെടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അഴകുഴമ്പൻ നിലപാട് അത് ശരിയല്ല എന്നാണ് കോൺഗ്രസ് ട്രംപിന് ഉപദേശിച്ചിരിക്കുന്നത്. അതായത് അമേരിക്കയെ വീണ്ടും ഇറാനിന് മേളിൽ ശക്തമായിട്ടുള്ള ആക്രമണം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സൈലന്റ് അപ്രൂവലായിട്ട് വേണമെങ്കിൽ ഇതിനെ നമുക്ക് കണക്കാക്കാം. അതുപോലെ ചൈന വിസിറ്റ് നടത്തി തായ്വാനെ വിട്ടുകൊടുത്ത് സംസാരിച്ചത്, നിങ്ങൾ എന്താണ് അമേരിക്കയുടെ പോളിസിയെ തരം താഴ്ത്താനും തലകീഴായിട്ട് മാറ്റിമറിക്കാനുമാണോ ശ്രമിക്കുന്നത് എന്നൊക്കെ കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്ന് ചോദ്യം ഉയർന്നിട്ടുണ്ട്. പിന്നെ ഇന്ത്യ റഷ്യ ഓയിൽ ഡീൽ, അത് അമേരിക്ക ഇന്ത്യക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നുവെങ്കിൽ അത് അമേരിക്കയ്ക്ക് തന്നെയാണ് നഷ്ടമുണ്ടാവുക. ഇന്ത്യ വെനിസ്വലയുടെ ഓയിലും കട്ട് ചെയ്യും. കാരണം നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്താണ് വാങ്ങിക്കുന്നത്. കാനഡയിൽ ശക്തമായിട്ടുള്ള റിസഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എക്കണോമിക് റിസഷൻ ആണ്. ആ റിസഷനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ട്രംപ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ അന്നേ പറഞ്ഞതല്ലേ 51ാമത്തെ സ്റ്റേറ്റ് ആയിട്ട് കാനഡയെ അമേരിക്കയോടൊപ്പം ചേർക്കാമെന്ന് പറഞ്ഞിട്ട് എന്നുള്ള തരത്തിൽ കളിയാക്കിക്കൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കാനഡയ്ക്കുള്ളിൽ റിയാലിറ്റിയാണ്, റിസഷൻ സ്റ്റാർട്ട് ആകുന്നുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയുമായിട്ടുള്ള താരിഫ് ഇഷ്യൂ ആണ് ഏറ്റവും കൂടുതൽ കാനഡയെ വഷളാക്കിയത് എന്നാണ് വാർത്തകൾ വരുന്നത്. അനാലിസ്റ്റുകളും ഇത് തന്നെയാണ് പറയുന്നത്. നേപ്പാൾ ഇന്ത്യയുമായിട്ടുള്ള ബോർഡർ തർക്കം, അതായത് ഈ ഡിസ്പ്യൂട്ടഡ് ലാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ലിപുലേക്ക്, ലിംപിയാതുര, ഖാലാപാനി എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലങ്ങളുടെ ക്ലെയിം ഉണ്ടല്ലോ, ഈ ക്ലെയിമുമായിട്ട് അവർ UK അപ്രോച്ച് ചെയ്തിരിക്കുകയാണ്. UK ചെന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾക്കും ഇന്ത്യക്കും തമ്മിലുള്ള ഈ ഡിസ്പ്യൂട്ട് പ്രോബ്ലത്തിൽ നിങ്ങൾ ഇടപെടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി റിജക്റ്റഡ്. അതായത് ഒരു രാജ്യവുമായിട്ടുള്ള പ്രശ്നം, ഇത് ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള പ്രശ്നത്തിൽ ഇന്ത്യയും നേപ്പാളുമാണ് സംസാരിക്കേണ്ടത്, അല്ലാതെ മറ്റൊരു രാജ്യമല്ല. മറ്റൊരു രാജ്യത്തിൻ്റെ ഇടപെടലിനെ ഇന്ത്യ അംഗീകരിക്കുന്നില്ല എന്നുള്ള തരത്തിൽ അതിനെ റിജക്റ്റ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ സംസാരിക്കാൻ വില്ലിങ് അല്ല. നേപ്പാളിന് വേണമെങ്കിൽ UK എടുത്ത് പോയി സംസാരിക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. റഷ്യ വീണ്ടും ഉക്രൈൻ്റെ ഉള്ളിലേക്ക് ആക്രമണം. കീവ്, ഡിനിപ്രോ ഈ മേഖലയിൽ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. 17 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, നിരവധി പേർക്ക് ഗുരുതരമായ പരുക്കുണ്ട്. ഉക്രൈനിലെ സെലൻസ്കി പലപ്പോഴും യൂറോപ്പിനെ വെട്ടിലാക്കുന്ന രീതിയിലാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത്. പറഞ്ഞിരിക്കുന്നത്, റഷ്യയുടെ ആക്രമണത്തിന് ഞങ്ങൾ ഒരു പരിധിവരെ മാനേജ് ചെയ്തു, യൂറോപ്പ് നിങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റം അതേപോലെ തന്നെ നിങ്ങളുടെ ആൻറ്റി ഡ്രോൺ സിസ്റ്റം ശക്തിപ്പെടുത്തണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഉക്രൈൻ പിടിച്ചു നിന്നതുപോലെ യൂറോപ്പിന് പിടിച്ചു നിൽക്കാൻ പറ്റണം എന്നില്ല എന്നുള്ള തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്. യൂറോപ്യൻ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രതിനിധി യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഉക്രൈനിലെ സെലൻസ്കിക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, യൂറോപ്യൻ യൂണിയന്റെ എയർ ഡിഫൻസ് സിസ്റ്റം എല്ലാമാണ് ഉക്രൈനിൽ വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റം എല്ലാം തിരികെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഉക്രൈന് പിന്നെ എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടാവില്ല എന്നുള്ള തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉക്രൈനെതിരെ പറഞ്ഞിട്ടുണ്ട്. അതായത് നിരന്തരം യൂറോപ്പിനെ ഇങ്ങനെ കുത്തി സംസാരിക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് സെലൻസ്കി. അത് നിരന്തരം സംസാരിക്കുന്നത് കൊണ്ട് അതിനെതിരെ തിരിച്ചെന്തെങ്കിലും മറുപടി പറയാൻ യൂറോപ്യൻ യൂണിയനിൽ കഴിവുള്ള ആൾക്കാരില്ലാത്തത് കൊണ്ടാണ് സെലൻസ്കി ഈ രീതിയിൽ സംസാരിക്കുന്നത്. പക്ഷേ യൂറോപ്യൻ യൂണിയന്റെ ആയുധങ്ങളും നാറ്റോയുടെ ആയുധങ്ങളുമാണ് ഏറ്റവും കൂടുതൽ ഉക്രൈൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മറന്നിട്ടാണ് ഇവർക്കെതിരെ സ്റ്റേറ്റ്മെന്റുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റഷ്യയുടെ ആർമിയിൽ ജോയിൻ ചെയ്ത് ഉക്രൈനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് നോർത്ത് കൊറിയൻ സോൾജേഴ്സ് വീണ്ടും റഷ്യയിലേക്ക് പോകുന്നുണ്ട്.
അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഉക്രൈൻ ചില ഏരിയകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അതായത് റഷ്യ കൈക്കലാക്കി വെച്ചിരുന്ന കാർക്കീവ് റീജിയനിൽ കുറച്ച് സ്ഥലം, ഡോൺബോസ് റീജിയനിൽ കുറച്ച് സ്ഥലം, ഇവിടെയൊക്കെ ഉക്രൈൻ കുറച്ച് സ്ഥലങ്ങൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അത് റഷ്യയെ ഇച്ചിരി ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ മേഖലയിൽ റഷ്യ വീണ്ടും ഗ്രൗണ്ട് ഫോഴ്സിനെ ഇറക്കി കളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഫ്രണ്ട് ലൈനിൽ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് റഷ്യ. തായ്ലാൻഡും കംബോഡിയയും തമ്മിൽ വീണ്ടും ചെറിയൊരു ബോർഡർ ക്ലാഷ്. ബോർഡർ ഏരിയയിൽ ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് ഏരിയയിൽ രണ്ട് രാജ്യങ്ങളുടെ സോൾജേഴ്സും കണ്ടുമുട്ടിയപ്പോൾ അവിടെ ചെറിയൊരു ക്ലാഷ്. അതായത് മറ്റുള്ള മേഖലകളിലെല്ലാം അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഈ ക്ലാഷോട് കൂടി ഇങ്ങനെ ഒതുങ്ങി പോട്ടെ, എന്തിനാണ് ചുമ്മാ വീണ്ടും വീണ്ടും അടി കൂടുന്നത്? എന്നിട്ട് എന്ത് നേടാനാണ്? ഒന്നും നേടാനില്ല. ഇപ്പോൾ കുറച്ച് നാൾക്ക് മുമ്പ് അടി കൂടി രണ്ടുപേരെയും സമാധാനപ്പെടുത്തി വെച്ചിരിക്കുന്നേ ഉള്ളൂ. പിന്നെ വീണ്ടും അടുത്ത് ചെറിയ ഏറ്റുമുട്ടൽ തുടങ്ങിയിട്ടുണ്ട്. എല്ലാം തന്നെ വളരെ നിർണായകമായിട്ടുള്ള അപ്ഡേറ്റുകളാണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.